ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സീനത്ത് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് രണ്ട് വിഭവങ്ങളായിട്ടാണ്. ഒന്ന് ഇടിച്ചക്ക, ഒരു ചട്ടിനിയായിട്ടാണ്. അതായത് ചട്ടിനി നമുക്ക് പൊക്കവട, കായബജി അതിൽക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്ടിനിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാൻ ഇടിച്ചക്ക ഇതേപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി വെട്ടിയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് മിക്സിയുടെ ഉള്ളിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പശ ഒന്നും മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ പിടിക്കില്ല, ഒന്നും ഉണ്ടാവില്ല. അത് ഞാൻ കാണിച്ച് തരണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്കിത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഇടിച്ചക്ക അരിഞ്ഞെടുക്കണാട്ടിക്കും സുഖമായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതവിടെയൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, ഒരു പശ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണക്കമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് എടുത്തിട്ട് ഇതേപോലെ ഞാനൊന്ന് ഈ മിക്സിയിൽ തന്നെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം കാട്ടാറ് ഇത് വേവിച്ചിട്ട് പുഴുങ്ങി പൊടിക്കലാണ് ചെയ്യൽ. ചിലവരൊക്കെ ഇത് അരിഞ്ഞെടുക്കും ഇടിച്ചക്കട. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നഷ്ടപ്പെട്ടിട്ട് പോവില്ലേ. അപ്പോൾ ഒരു ടേസ്റ്റ് ആദ്യം തോന്നിയിട്ടില്ല എനിക്കത്. എന്നാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയുണ്ട്. അപ്പം ഞാനിതവിടെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടി. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണക്കമുളകും പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇടിച്ചക്കട ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ ആയിട്ട് ഇട്ട് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഇളകിയിട്ട് എല്ലായിടത്തേക്കും തട്ടിയൊന്നും വരില്ല. ഇതിൻ്റെ നമ്മൾ ഉള്ളിയുടെ മുളകിൻ്റെ ഒന്നും എല്ലായിടത്തേക്കും തട്ടിയൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ അതൊരു ആവിയിൽ വേവുമ്പോൾ വെള്ളം വറ്റും ചെയ്യും, അത് വെന്ത് കിട്ടും ചെയ്യും. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് മൂടി വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചാൽ മതി. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും ചെയ്യും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് തോരൻ റെഡിയായി വരുമ്പോഴത്തേനും നമുക്കിതിൽ പൊക്കവടയിലേക്കുള്ള ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക് വറുത്തെടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് 1 ടീസ്പൂണോളം സുർക്ക ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ക്യാമറ ഓണായെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നോക്കുമ്പോൾ ഓണായിട്ടില്ല. അപ്പം ഞാനൊരു പിടി തേങ്ങയും 2 ടീസ്പൂണോളം തൈരും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ക്യാമറ ഓണായിട്ടിരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നോക്കുമ്പോൾ ഓണായിട്ടുണ്ടായിരുന്നില്ല. ഇത് നമുക്ക് ഇതേപോലെ ഒന്നും കൂടി നല്ലതിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ അത് അരച്ചെടുത്തതിന് ശേഷം മല്ലിയിലും പുതിനയിലും കറിവേപ്പിലും 2 പച്ചമുളകും കൂടിയിട്ട് ഇതേപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്ടിനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുകയോ ഒന്നും വേണ്ട, തൂമിച്ചെടുക്കൊന്നും വേണ്ട. പാകത്തിന് ഉപ്പുണ്ടാന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇത് നമ്മളെ പൊക്കവടയിലേക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പൊക്കവടയും മുട്ട ബജിയാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈച്ചയുടെ നല്ല ശല്യമുണ്ട്, അതാണ് ഞാൻ ഈച്ചനെ ആട്ടിയത്. അപ്പം നമ്മുടെ തോരൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, അതും കൂടെ കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും റമദാൻ മുബാറക്ക്.